അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CM മസ്ജിദ് കമ്മിറ്റി പുത്തനത്താണി അവർ സംഘടിപ്പിച്ചതായ ഈ വാള് പരിപാടിയിൽ അല്ലാഹു തആല വിജയത്തിനെ കൊടുക്കട്ടെ. അത് ഒരുമിച്ച് കൂട്ടിയവർക്കും നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നവർക്കും നല്ല സവാബിന് അല്ലാഹു തആല തരട്ടെ. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, ഇന്ന് നടക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ മോശമായ കാലമാണ്. കാലം എന്ന കാലത്തിനെ നാം കുറ്റം പറയുകയല്ല. ഈ കാലത്തിൽ ഉണ്ടായിരിക്കുന്നതായ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു. അതായത് തുഹിദത്തുൽ മാലു, അവരുടെ ധനങ്ങളെല്ലാം അത് ദിബലായിട്ടെടുക്കപ്പെട്ടാൽ, അതായത് തൻ്റെ പൊതു സ്വത്തുക്കൾ, പള്ളിയിലുള്ള സ്വത്തുക്കൾ, മറ്റ് സ്വത്തുക്കളെല്ലാം എന്ത് ചെയ്യും? അവരുടെ കാശായിട്ട്, അവരുടെ അതായത് വ്യാപാരത്തിനോ മറ്റുള്ള പൈസകളായിട്ട് അവർ മാറ്റിയതിനെ വയ്ക്കും. അങ്ങനെയുള്ള ഒരു കാലം. അതേപോലെ അതായത് തൻ്റെ സ്വന്തം വാപ്പയല്ല എന്ന് കരുതി അവൻ സ്വന്തം വാപ്പാനെ മതിക്കുകയില്ല. അബാഹു അതിനാ സദിയക്കഹു, അവൻ്റെ വാപ്പാനെ തള്ളിയിട്ട് അവൻ്റെ സദിയക്കന്മാര്, അതായത് അവൻ്റെ കൂട്ടുകാരെയെല്ലാം അവൻ എന്ത് ചെയ്യുന്നു കേട്ടാൽ അടുപ്പിച്ച് അവർ പറയുന്ന മാതിരി കേട്ട് നടക്കും. വാപ്പാനെ അവർ തള്ളും. അതേപോലെ അവൻ്റെ ഉമ്മാനെ അവൻ വേദനിപ്പിക്കുമ്പോ ഉമ്മാഹു, അവൻ്റെ ഉമ്മാനെ അവൻ വേദനിപ്പിച്ച് അവൻ എന്ത് ചെയ്യും? അവന്റെ പെണ്ണിന് അവൻ വഴിപ്പെടുന്നവനായിട്ടാകും. അവന്റെ പെണ്ണ്, അവന്റെ ഭാര്യ എന്താണോ പറയുന്നത് അതിനെ அப்படியே കേട്ടവൻ നടക്കുന്നവനായിട്ട് ആകുന്ന കാലം വരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കാലമല്ല ഇന്ന് എന്ന് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു നോക്കണം. എത്ര പേര് തങ്ങളുടെ ബാപ്പാനെയും ഉമ്മാനെയും അവർ കഷ്ടപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ കാണുന്നു, നേരിട്ട് നമ്മൾ കാണുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ബാപ്പാക്കും ഉമ്മാക്കും വഴിപ്പെട്ട് നടക്കണം. ബാപ്പ ഉമ്മ ആരാണ്, അവർക്ക് എങ്ങനെയാണ് ഖിദ്മത്ത് ചെയ്യുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ എന്നാണ് ഉത്തരം പറഞ്ഞത്. അതായത് സ്വർഗവും അവര് തന്നെ, അതേപോലെ നരകം അവര് തന്നെയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതായത് സ്വർഗത്തിൽ നീ പോകണമെങ്കിൽ അവർക്ക് വഴിപ്പെട്ടവരായിരിക്കണം. ഖുർആനിൽ നിങ്ങൾ അധികം സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കുക. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അല്ലാഹു തആലാനെ അല്ലാതെ വേറെ ആർക്കും നിങ്ങൾ വഴിപ്പെടരുത്, വേറെ ആർക്കും ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്. അതേപോലെ നിങ്ങളുടെ ഉമ്മ വാപ്പാക്ക് വബിൽ വാലിദൈനി, നിങ്ങളുടെ ഉമ്മ വാപ്പ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങൾ ഇഹ്സാനിനെ, നന്മയെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും വഴിപ്പെടുക, അവർക്ക് അവർ പറഞ്ഞതുമായി നിങ്ങൾ കേട്ട് നടക്കുക എന്ന് അല്ലാഹു തആല പല സ്ഥലങ്ങളിലും അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ ഉമ്മാക്കും വാപ്പാക്കും വഴിപ്പെടണം എന്ന് പറഞ്ഞു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ചരിത്രത്തെ എടുത്തു നോക്കുക. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഏത് കാലത്താണ് അവർ ഇരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ഒരു നോക്ക് കണ്ടാൽ, അവരെ പോയി ഈമാനോട് കൂടിയിട്ട് അവരെ കണ്ടാൽ അവർക്ക് സ്വർഗമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ഉടനെ സ്വർഗത്തിന് കൊടുക്കും, അതിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു ഭാഗ്യത്തിനെ വിട്ടിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പോയില്ല. എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനായിട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല. എന്താ അതിന്റെ കാരണം? എന്താണ് അവർ അങ്ങനെ പോകാതിരിക്കാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവന്റെ ഉമ്മ, വയസ്സായ ഉമ്മ,
അവരുടെ വീട്ടിലുണ്ട്. അവനെ സംരക്ഷിക്കാൻ, അവനെ നോക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി കാണാൻ പോലും അവർ പോയില്ല. എന്നാൽ സയ്യിദുനാ ഉവൈസുൽ ഖർനീ റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ ഒരു അന്തസ്സാണ് അവർ കിട്ടിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോടും സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു അവരോടും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉവൈസുൽ ഖർനീ എന്ന സ്ഥലത്ത് നിങ്ങൾ പോയി, ഉവൈസ് എന്ന ഒരാളുണ്ട്, ഒട്ടകം മേയ്ക്കുന്ന ആൾ, അയാളുടെ അടുക്കൽ നിങ്ങൾ പോയി, അതായത് എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യാനായിട്ട് അവരോട് നിങ്ങൾ പറയുക, എന്റെ സലാമിനെ അവർക്ക് പറയുക എന്ന് അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു. അപ്പൊ ഉമ്മാനെ നോക്കിയത് കൊണ്ട് എത്ര വലിയ ഒരു അന്തസ്തിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കണം. അപ്പൊ ഉമ്മാനെയും ബാപ്പാനെയും ഇന്ന് വളരെ മോശമായി തള്ളി ഈ കാലത്ത് അവനെയൊക്കെ ഒന്നുമില്ലാതാക്കുകയാണ്. അതേപോലെ ദുന്യാവാണ് നമുക്ക് വേണ്ടത്. ദുന്യാവിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പഠിക്കുന്നത്, ഓതുന്ന മക്കൾ ഓതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ട് കാലത്ത് പഠിച്ചത് അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു തആല ഒരുത്തനിക്ക് വേണ്ടി അവർ പഠിച്ചു. അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ഉണ്ടാകണമെന്ന് പഠിച്ചു. അതേമാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിക്കാനായിട്ട്, ഇൽമു പഠിക്കാനായി ഒരുത്തൻ പുറപ്പെട്ട് തന്റെ വീട്ടിൽ നിന്നും ഉസ്താദിന്റെ അടുത്ത് അവൻ പോയാൽ ആ വഴിയിൽ അവൻ പോകുമ്പോൾ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്. അതായത് അവനെ കിലേസാക്കി കൊടുക്കും. എന്തിന്? സ്വർഗത്തിലേക്കുള്ള വഴിയെ അള്ളാഹ് അവനിക്ക് ലേസാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാൽ ഇന്ന് പഠിക്കാൻ പോകുന്നവർ, ഇന്ന് ഓവാൻ പോകുന്നവർ, അവരുടെ നല്ല നിയ്യത്താക്കട്ടെ അള്ളാഹു തആല. എന്നാൽ അവരൊക്കെ എന്താണ്? ദുന്യാവിനെ തേടാൻ. ദുന്യാ ഈ ദുന്യാ നമ്മളെ ഒന്നുമില്ലാതാക്കി കബറിന്റെ അകത്ത് കൊണ്ടുപോകും. ആ കബറിലേക്ക് പോകുമ്പോ നമ്മളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, അമലല്ലാതെ വേറൊന്നും നമുക്കുണ്ടാവില്ല. നമ്മൾ ചെയ്ത അമൽ മാത്രമേ ആ കബറിലേക്ക് നമുക്ക് വരികയുള്ളൂ. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ പറഞ്ഞു, അതായത് ഒരു മനുഷ്യൻ ഭൂമിയിൽ നടന്നു പോകുന്ന സമയത്ത്, മനുഷ്യ നീ എന്റെ മേൽ നീ നടക്കുന്നുണ്ട്, നീ നന്മ ചെയ്താൽ എന്റെ അകത്ത് വരുമ്പോ നീ അതിനെ കാണും. നീ തീമയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനെയും നീ എന്റെ അകത്ത് വന്ന് നീ കാണുമെന്ന് ആ ഭൂമി അവനോട് പറയുന്നു. അത് മാത്രമല്ല, ഭൂമി ഓരോ ദിവസവും, അതായത് ആ ഭൂമിയിൽ ഇവൻ കിടക്കുന്ന കബറിൽ അവൻ പോകുന്ന സമയത്ത്, ബൈത്തുൽ മഹദ ഞാൻ തനിച്ചുള്ള വീടാണ്, വേറെ ആരും എനിക്ക് കൂട്ടില്ല ഇവിടെ. അതേപോലെ ബൈത്തുൽ വഹ്ശത്തി വെറുപ്പായ ഒരു വീട്, ആരും ഉണ്ടാവില്ല ഇവിടെ. അങ്ങനെ വഹ്ശത്തിന്റെ ഒരു വീടാണ് ഞാൻ. ബൈത്തുൽ ദൂതി, ഞാൻ പുഴുക്കൾ നിറഞ്ഞ വീടാണ് ഞാൻ. എന്റെ വീട്ടിൽ എന്റെ അടുക്കൽ നീ വരുമ്പോൾ പുഴുക്കളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കിയ നമ്മളുടെ കയ്യിനെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരത്തിനെ നിങ്ങൾ നോക്ക്, അതൊക്കെ ഇതെല്ലാം പുഴുക്കൾ തിന്നുന്നതായ, അതിന് ഭക്ഷണമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വളർത്തുന്നതാണിത്. എന്നാൽ അല്ലാഹു തആലക്ക് വഴിപ്പെട്ടവരുടെ ഇപ്പോൾ നാം എത്രയോ കബറുകൾ പൊളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കബറ് അവർ മറ ചെയ്യപ്പെടുന്ന സമയത്ത് ഏതുപോലെ മറ ചെയ്യപ്പെട്ടോ അതേപോലെ ഒരു മാറ്റമില്ലാതെ അവരുടെ തുണിയും കൂടെ അതുകൂടെ ചെതല് പിടിക്കാതെ അവര് എങ്ങനെ ഇരുന്നോ അതേപോലെയുള്ള കബറിലെ എത്ര അവരുടെ മയ്യത്തുകളിനെ കാണാൻ പറ്റുന്നു. എന്താണ് അതിന്റെ കാരണം? അവർ ചെയ്ത അമൽ കാരണം. അവർ ചെയ്തതായ അമൽ അവർക്ക് കിട്ടി. ഇത് നമ്മളുടെ കബറെല്ലാം എങ്ങനെ ആയിരിക്കും എന്നത് അല്ലാഹു തആല അവൻ ഒരുത്തനിക്ക് അറിയുള്ളൂ. അള്ളാഹു നന്നാക്കട്ടെ നമ്മളുടെ കബറെ. നമ്മുടെ കബറിയെല്ലാം കബറിടങ്ങളെ സ്വർഗമായി അല്ലാഹു തആല ആക്കി തരട്ടെ. നമുക്ക് നല്ല പ്രകാശത്തിനെ കബറിൽ അല്ലാഹു തആല തരട്ടെ. ഈ കബറ് നമ്മളെ വിളിച്ച് പറയുകയാണ്, ബൈത്തുൽ വഹദത്തി
വാണ ബൈത്തുൽ വഹശത്തി, വാണ ബൈത്തു ദൂതി, നിറയെ പുഴുക്കളെല്ലാം നിറഞ്ഞ വീടാണ്. നിങ്ങൾ വരുമ്പോൾ ആലോചിച്ച് നിങ്ങൾ എൻ്റെ അടുക്കൽ നിങ്ങൾ വരണം എന്ന് ഈ ഭൂമി അവന്റെ കബറിടം അവന്റെ അടുക്കൽ അവൻ പറയും. ഓരോരോ മനുഷ്യന്റെ അടുക്കം ദിവസം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കബറിൽ പോകുമ്പോൾ അല്ലാഹു തആല കബറില് ഒരു തിന്നീനിനെ, അതായത് ഒരു വലിയ പാമ്പിനെ അല്ലാഹു തആല അതിൽ ഏർപ്പെടുത്തും. അത് എങ്ങനെയുള്ള പാമ്പാണ്? തലയിലൊന്നും രോമമില്ലാതെ വിഷം നിറഞ്ഞതായ പാമ്പ്. അത് ഭൂമിയിൽ വന്ന് മൂച്ചു വിട്ടാൽ അവിടെ ഇരിക്കുന്ന പച്ചയായിരിക്കുന്ന എല്ലാ വസ്തുക്കളും കരിഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു പാമ്പിനെ അല്ലാഹു തആല നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അങ്ങനെയുള്ള പാമ്പിനെയാണ് എന്ത് ചെയ്യുക, ആ ഖബറില് അല്ലാഹു തആല ഈ മനുഷ്യനിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നന്മയായ കാര്യങ്ങൾ ചെയ്യണം. ദുനിയാവിലിരിക്കുമ്പോൾ ഇപ്പൊ നോക്കുക, നമ്മളുടെ കാര്യങ്ങളെ എവിടെ പോയാലും നമ്മൾക്കൊരു ഇസ്സത്തില്ല, ഒരു മര്യാദയില്ല. പഴയ കാലത്തുള്ള മുസ്ലിമീങ്ങൾക്കുള്ള മര്യാദ ഇപ്പോൾ എവിടെയും ഇല്ല. ഇപ്പൊ നോക്കി, എത്രയോ പള്ളികളിൽ ബാങ്കുകൾ കൊടുക്കുന്നതിന് നിർത്തപ്പെട്ടിരിക്കുകയാണ്. ബാങ്കുകൾ കൊടുക്കാൻ പറ്റൂല എന്ന് നിർത്തപ്പെട്ടു സഹോദരന്മാരെ. അതേപോലെ നമ്മളുടെ കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ആ സ്ത്രീകൾ എങ്ങനെയാ നടക്കുന്നത്? സ്ത്രീകൾ പണ്ട് നമ്മൾ ഒരു പെണ്ണിനെ പുറത്ത് നമ്മൾ കാണാൻ പറ്റൂല, അങ്ങനെ ആയിരുന്നു പണ്ട്. എന്നാൽ അതേ സമയത്ത് ഇന്നോ അവരാണ് കച്ചവട സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നത്. അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും അവരാണ് എന്ത് ചെയ്യുന്നത്, അതായത് രാജാക്കന്മാരായി അവര് തന്നെ എല്ലാ തലമയും ആ സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഇതിലും അവരാണ് മുൻവശത്ത് അവര് നിന്ന് എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നത്. അങ്ങനെ ആയിപ്പോയി. ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ അധികം സന്തോഷമായ ഒരു കാര്യമായിരിക്കും. വാപ്പാക്കും ഉമ്മാക്കും അവർക്ക് കിട്ടിയതായ ഒരു ഭാഗ്യമായിട്ടാണ് കരുതേണ്ടതായിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് കേട്ടാൽ അവർ സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളായിപ്പോയി. കല്യാണം എന്ന് പറയുന്നത് വാപ്പയും ഉമ്മയും അവരൊരു മാപ്പിളിനെ നോക്കി, ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യമില്ലാതായിപ്പോയി. ഇപ്പൊ നമ്മൾ സമീപത്തിൽ നമ്മൾ പേപ്പറിലൊക്കെ നോക്കുക, 23 വയസ്സായ ഒരു ചെറുക്കൻ അവൻ എന്ത് ചെയ്ത് തന്റെ ഉമ്മാനെ, അതേപോലെ ഉമ്മാന്റെ ഉമ്മാനെ, വാപ്പാനെ ഇവൻ എല്ലാം അവൻ ചുറ്റിക്കൊണ്ട്, അനുജത്തിനെ ചുറ്റിക കൊണ്ട് അടിച്ചെല്ലാം അവനെ ഹലാക്കാക്കി കൊല ചെയ്തു എന്ന് നമ്മൾ കേൾക്കുന്നു. ഇതെല്ലാം പണ്ടുണ്ടോ? പണ്ട് ഇതുമാതിരിയുള്ള ഒന്നും നമ്മൾ കാണാനേ സാധിക്കൂല. അത്രയും അക്രമങ്ങൾ നിറഞ്ഞുപോയി, അന്യായങ്ങൾ നിറഞ്ഞുപോയി, എല്ലാ ഭാഗത്തും കുടികാരായിപ്പോയി. കുടിച്ച് എല്ലാം അവര് എന്ത് ചെയ്ത് എല്ലാം നാശമാക്കി. അങ്ങനെയുള്ള ഒരു കാലം ഇപ്പോൾ നമ്മളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, അള്ളാഹുവിന്റെ തഖ്വായോടുകൂടി, ഭയഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം. അതേപോലെ അല്ലാഹു തആലാന്റെ നോമ്പെടുക്കണം. അല്ലാഹു തആല നമുക്ക് സക്കാത്തിനെ കടമയാക്കിയിരുന്നാൽ അത് കണക്കനുസരിച്ച് നാം സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. ഹജ്ജ് ചെയ്യണം. എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം, മറ്റാർക്കും വേണ്ടിയല്ല. ഈ ദുന്യാവ് നമുക്ക് സദമല്ലാതെ നമുക്ക് കിട്ടുകയില്ല. കുറച്ചു നേരത്തിൽ നമ്മളെ പറഞ്ഞയച്ചാളയും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു ജല്ല ഷാനഹു തആല നമ്മെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച് അവർ ദുന്യാവിൽ എന്തെല്ലാം കാണിച്ചു തന്നോ, അതേമാതിരി സഹാബത്തുകൾ എങ്ങനെ നടന്നോ, താബിഈങ്ങൾ എങ്ങനെ നടന്നോ, ആ വഴിയിൽ കൂടി നടക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ആക്കി നമ്മളെ നല്ല സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് നമ്മളെ നല്ല അതായത് അള്ളാഹു പൊരുത്തപ്പെട്ടതായ, അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിച്ചതായ മക്കളാകെ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ആക്കി രക്ഷിക്കട്ടെ. അവൻ ആ ഭാഗ്യത്തിനെ അതിനുവേണ്ടി അമൽ ചെയ്യുന്നതായ നല്ല
നിലയ്ക്ക് അല്ലാഹു തആല നമ്മളെ ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.